ഹലോ, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് BDF എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം അധികം നെയ്യില്ലാത്തൊരു ബീഫിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് 3ആയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം. 30 മിനിറ്റ് കഴിയുമ്പോൾ കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളവും ഇട്ടിട്ട് നമുക്കൊരു 6 to 8 വിസിലെടുക്കാവുന്നതാണ്. ചൂട് മാറി കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം മാറ്റിയിട്ട് നമുക്ക് ഈ ബീഫിൻ്റെ പീസ് BDFനെ കട്ട് ചെയ്യുന്ന പോലെ നീളനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് മാരിനേഷനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സും, ജീരകവും, സോയാ സോസും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലവർ, ഇതിലേക്ക് ബീഫ് സ്റ്റോക്കും പിന്നെ കുറച്ച് നാരങ്ങ നീരും ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനിട്ട് വെക്കാം. മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു പാനിലോ അല്ലെങ്കിൽ ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ബീഫിൻ്റെ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടും ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു സൈഡ് ബീഫ് നല്ലോണം വറുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലിൽ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ചമുളക് വേണമെന്നുള്ളവർ പച്ചമുളകും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് നല്ലോണം മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ നല്ലൊരു കളറായി കിട്ടും. അപ്പോൾ നമുക്കിത് വറുത്തൂരി മാറ്റാവുന്നതാണ്, എണ്ണയെല്ലാം മാറ്റിയിട്ട്. പിന്നെ ഓവറായിട്ട് കുക്ക് ചെയ്താൽ ബീഫിൻ്റെ ടെക്സ്ചർ കുറച്ച് റബ്ബർ പോലെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് അധികം കുക്ക് ചെയ്യാണ്ട് നോക്കണം. അപ്പോൾ ഇനി ബീഫ് വീട്ടിൽ മേടിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.